കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. നാം സുവിശേഷീകരണത്തിന് മുമ്പായി നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രായോഗിക സുവിശേഷീകരണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ 4 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. 5ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ ആദ്യം ചിന്തിച്ചു കർത്താവിൻ്റെ വേലയെക്കുറിച്ച്. അതിൻ്റെ 1ാം ഭാഗമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 4 ക്ലാസ്സാണ് കഴിഞ്ഞത്. ഏറ്റവും വലിയ ഉദ്യോഗമാണ് കർത്താവിൻ്റെ വേല എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി. 2ാമത് നാം ചിന്തിച്ചത് ഒരാത്മാവിൻ്റെ വിലയാണ്. 3ാമത് വചനം പറയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. 4 ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 5 ഭൂമിയിൽ നരക ദിവസം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ അല്പം ചിന്തിച്ചു. പിന്നെ 6 മരണം കൊതിക്കുന്നവർ യേശുവിനെ കുറിച്ച് ഒരു വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് ചിന്തിച്ചു. 7ാമത് നഷ്ടബോധത്തിലുപരി ഇറങ്ങാൻ തിടുക്കം കാട്ടുക എന്നുള്ളത് നമ്മൾ ചിന്തിപ്പാനിടയായി. 8ാമത് കർത്താവ് തുറന്ന വാതിൽ നാം അടയ്ക്കരുത് എന്ന് നാം ചിന്തിച്ചു. 9ാമതായി നമ്മൾ ചിന്തിച്ചത് നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെയാണ് ക്രിസ്തുവിന് ആവശ്യം എന്ന്. നമ്മൾക്കുള്ളതിനെയല്ല നമ്മളെ തന്നെയാണ് ക്രിസ്തുവിന് ആവശ്യം. 10ാമത് നമ്മൾ ചിന്തിച്ച കാര്യം സ്വർഗത്തിൽ നിങ്ങൾക്കിപ്പോൾ എന്തുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കി. അതുകൊണ്ട് തിരുനാമത്തിൽ നാം എന്ത് ചെയ്താലും അത് കൃത്യസമയങ്ങൾ ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പല വാക്യങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കി. ഒരിക്കൽ കൊർന്നല്യോസിനോട് ദൈവം പറഞ്ഞു, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇനി നീ ഇവിടെ എത്തണം. അതിനെന്ത് ചെയ്യണം? നീ എൻ്റെ വചനം കൈക്കൊള്ളണം, നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം, നീ അഭിഷേകം പ്രാപിക്കണം. ഇതൊന്നും തമ്പുരാൻ പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? നീ പത്രോസിനെ വരുത്തണം. അപ്പോൾ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്ന ആളുകളെ വിളിക്കുകയും അവരിൽ നിന്ന് കേൾക്കുകയും അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലൂടെ അതെ ദൈവപ്രവൃത്തി നടക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ബോധ്യമാക്കി. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ പ്രാർത്ഥന ഇവിടെ എത്തി, നിന്റെ ധർമ്മം ഇവിടെ എത്തി. അപ്പോൾ പ്രാർത്ഥന കൊണ്ടും ധർമ്മം കൊണ്ടും മാത്രം സ്വർഗത്തിലെത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഒരിക്കലും കൊർന്നല്യോസിനോട് ദൈവം ഇനി നീ പത്രോസിനെ വിളിക്കണമെന്ന് പറയില്ലായിരുന്നു. തൻ്റെ പ്രാർത്ഥന ഓർഡിനറി പ്രെയർ അല്ല, വെരി സ്ട്രോങ് പ്രെയർ. കാരണം സാധാരണ ഭക്തിയുമല്ല, തൻ്റെ സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, വളരെ ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. നോക്കിയേ, തൻ്റെ കൺസേൺ നോക്കിയേ, തൻ്റെ ലൈഫ് നോക്കിക്കേ, തൻ്റെ പ്രാക്ടിക്കൽ ലൈഫ് നോക്കിക്കേ, തൻ്റെ ഫാമിലി ലൈഫ് നോക്കിക്കേ. മാത്രമല്ല, പട്ടാളത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഭക്തനായി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. കാരണം അവർക്ക് എല്ലാ കോട്ടായും കിട്ടും. ഞാൻ ഭുജിൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ സഭായോഗത്തിൽ ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ചു, സഹോദരന്മാരെ, അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് ബ്രാൻഡി മേടിക്കാനായിട്ട്, റമ്മ് മേടിക്കാനായിട്ട് സർക്കാർ തന്നിരിക്കുന്ന ആ കാർഡ് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം കുടിക്കുന്നില്ലെങ്കിലും അവർക്ക് 3 കുപ്പി വെച്ച് കിട്ടും. അപ്പോൾ അവർ പുറത്ത് കൊടുത്താൽ നല്ല കാശ് കിട്ടും. ഞാൻ പറഞ്ഞു, അത് വിറ്റേച്ച് 5 പൈസ ഈ സ്തോത്ര കാഴ്ച പാത്രത്തിൽ കൊണ്ടിട്ടേക്കരുതെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. കാരണം ഇത് യഹോവയുടെ സന്നിധിയാണ്. നമുക്ക് എല്ലാവരുടെയും പൈസയല്ല ആവശ്യം. സ്തോത്രം. യഹോവയുടെ പ്രമാണപ്രകാരമുള്ള പൈസ മാത്രമേ നമുക്ക് യഹോവയുടെ സന്നിധിയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ഭ്രാന്ത് കയറിയിട്ട് എവിടുന്ന് കിട്ടുന്നതും മേടിച്ചു കൂട്ടുക എന്നുള്ളതല്ല ഒരു ദൈവത്തിൻ്റെ ലക്ഷ്യം. ലീഗലായിട്ടുള്ളത്, ദൈവം തരുന്നത്, ദൈവഹിതപ്രകാരമുള്ള അല്ലാത്ത ഒരു പെനി പോലും ഒരു ദൈവത്തിൻ്റെ കൂടാരത്തിൽ വരാൻ പാടില്ല. ദൈവമക്കളെ, എത്ര ഞെരുക്കത്തിലൂടെ കടന്നു പോകേണ്ട വന്നാലും ദൈവകൃപട്ടുള്ള ഒരു നന്മ നമുക്ക് ആവശ്യമില്ല. തൃക്കൈ തുറക്കുമ്പോൾ തൃപ്തി വരുമല്ലോ. സ്തോത്രം. ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെയും നിന്റെ കലത്തിലെ മാവ് തീരത്തില്ല, ഭരണിയിലെ എണ്ണ കുറയത്തില്ല എന്ന് പറഞ്ഞ ഒരു കർത്താവല്ലേ നമ്മുടെ ദൈവം. സ്തോത്രം. അതുകൊണ്ട് ഏതുവഴി ദൈവമക്കൾ കടന്നു പോയാലും ദൈവത്തിൻ്റെ ദൃഷ്ടി അവരുടെ കൂടെ കാണും. 40 വർഷം മിസ്രൈമിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടൊന്നും അല്ലല്ലോ മരുഭൂമിയിൽ അവർ ജീവിച്ചത്. ആകാശത്തിൻ്റെ കിളിവാതിൽ ദൈവം തുറന്നു.
സ്വർഗീയ മെസ്സിൽ നിന്നാണ് 40 ഇയേഴ്സ് അവർ ജീവിച്ചത്, അല്ലേ? ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, സ്തോത്രം, ദൈവം തരുന്നൊന്നും ക്രമിച്ചു പോകത്തില്ല കേട്ടോ. ദൈവം തരുന്നതിന് പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? 3 മന്നയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഒരു ക്ലാസ്സിൽ ഓർപ്പിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 3 വിധം മന്ന. ദൈവം നൽകിയ മന്നയിൽ 3 പ്രത്യേകതകളുണ്ട്. സ്തോത്രം. അത് 5 ദിവസം വരെ പെയ്യുന്ന മന്നയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് 12 മണിക്കൂറേ ഉള്ളൂ. പിറ്റേന്നത്തേക്ക് വെച്ചാൽ അത് ക്രമിച്ചു പോകും. പക്ഷെ 6-ാമത്തെ ദിവസം പെയ്യുന്ന ഒരു മന്നയുടെ പ്രത്യേകതയുണ്ട്. 7-ാമത്തെ ദിവസം ജോലി ചെയ്യണ്ട. മന്ന പറക്കുന്നത് വരെ ജോലിയായിട്ടാണ് ദൈവം കണ്ടത്. അപ്പോൾ അതും വേണ്ട. എൻ്റെ കുഞ്ഞുങ്ങൾ വല്ലതും ഭക്ഷിച്ചേച്ച് എന്നെ അങ്ങ് ആരാധിച്ചാൽ മതി. അവിടെ ഫാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അല്ല ദൈവം പറഞ്ഞു. നിങ്ങൾ ഭക്ഷിച്ച് ആരാധിച്ചു നോക്കിയേ. അപ്പം നമ്മൾ ഭക്ഷണ വിഷയത്തിലൊക്കെ ദൈവം എത്ര കൺസേൺഡ് ആണെന്ന് നോക്കിയേ. സ്തോത്രം. അപ്പോൾ 6-ാമത്തെ ദിവസം ദൈവം നൽകുന്നതിൻ്റെ പ്രത്യേകത, അത് 48 hours ദൈവം വെച്ചു. കാരണം ശനിയാഴ്ച ദിവസം പറക്കാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. അവിടെ ദൈവം വെച്ചു. എന്നാൽ 3-ാമത്തെ ഒരു മന്നയുണ്ട്. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ സമാഗമന കൂടാരത്തിനകത്ത് പെട്ടകമുണ്ടാക്കി വെക്കുമ്പോൾ അതിനകത്ത് നീ അല്പം മന്ന എടുത്ത് അതിനകത്ത് വെക്കണം. എന്തിനാ? കനാനിൽ ചെന്നതിന് ശേഷം ഇസ്രായേൽ മക്കളോട് പറയണം, നിങ്ങളുടെ പിതാക്കന്മാരെ ദൈവം എങ്ങനെയാ മരുഭൂമിയിൽ നടത്തിയത്, എന്ത് നൽകിയാ പോഷിപ്പിച്ചത്, അത് പറയണം. അതിന് ഈ മന്ന അവർക്ക് കാണിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറത്തെ വാറണ്ടിയിലുള്ള മന്ന, അടുത്ത 2 ദിവസത്തേക്കുള്ള വാറണ്ടിയിലുള്ള മന്ന, ലൈഫ് ടൈം കീപ്പ് ചെയ്യുന്ന മന്ന. കർത്താവിന്റെ മക്കളെ, നിങ്ങൾക്ക് അന്നെന്നുള്ളത് കരുതാൻ ദൈവത്തിന് കഴിയും. ഒരു ദിവസം നിങ്ങൾ പണിയെടുത്തില്ലെങ്കിലും അടുത്ത ദിവസം നിങ്ങളുടെ കാര്യം പുലരേണ്ടതിന് നടത്താൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരുതാനും ദൈവത്തിന് കഴിയും. സ്തോത്രം. ആ മേഘത്തിന്റെ കീഴിലായിരിക്കുന്നിടത്തോളം കാലം, ആ അഗ്നിസ്തംഭത്തിന്റെ കീഴിലായിരിക്കുന്നിടത്തോളം കാലം നടുവിൽ വസിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവവേദലിൻ്റെ ഓരോരുത്തർക്കും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുള്ളത് പോലെ നിങ്ങളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയും ധർമ്മം ഇവിടെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നീ ഇവിടെ വരേണ്ടതിന് നീ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണം, ശിമോനെ വിളിച്ചിട്ട് എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിച്ചത്. ഓക്കെ. മാത്രമല്ല കർത്താവ് പറഞ്ഞത്, ഫാസ്റ്റ് ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്, പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്, നമ്മളൊരാൾക്ക് വസ്ത്രം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. സ്തോത്രം. ഒരു നഗ്നനെ ഉടുപ്പിച്ചാൽ, കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സോഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക്, എവിടെയൊക്കെ ജയിലിൽ പോകുന്നവർക്ക്, പോയി മിനിസ്റ്റർ ചെയ്യുന്നവർക്ക്, രോഗക്കിടക്കയിലായിരിക്കുന്നവരെ, കർത്താവിടെ 6 വിധത്തിലുള്ള ശുശ്രൂഷ ചെയ്തവരെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറയുന്നു. അവിടെ കൃപാവരങ്ങളോ ഒന്നുമല്ല ദൈവം കണ്ടത്, നമ്മൾ കാണുന്നത്. അവിടെ മിറക്കിൾ ക്രൂസൈഡ് ചെയ്ത കാര്യമോ പ്രീച്ച് ചെയ്ത കാര്യമോ ഒന്നുമല്ല കാണുന്നത്. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ അതെല്ലാം കൃത്യമായി ദൈവം നോട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അവരിൽ ചില ചോദിക്കുന്നു, ശപിക്കപ്പെട്ടവരോട് പറയുകയാണ്, കർത്താവേ നീ എപ്പോഴാ ഇതൊക്കെ ചെയ്തേ, നീ ഞങ്ങളുടെ അരികിൽ വന്ന എപ്പോഴാ? കർത്താവ് പറഞ്ഞത്, ഈ ചെറിയവർ നിങ്ങൾ ചെയ്തതൊക്കെയും എനിക്കായിട്ടാകുന്നു ചെയ്തത്. സോ റിമെമ്പർ, ചെക്ക് യുവർ ബാലൻസ് റൈറ്റ് നൗ. സ്വർഗത്തിൽ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഓക്കെ, ആൻഡ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. സ്തോത്രം. 11ാമത് നമ്മൾ ചിന്തിച്ചത് ആത്മാക്കളെ തേടി ഇറങ്ങുക എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് കടന്നു പോകുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാക്കളെ തേടി ഇറങ്ങുക. പ്രായോഗിക സുവിശേഷീകരണത്തിൻ്റെ 5ാമത്തെ ക്ലാസ് ആണ്. ഞാൻ യൂട്യൂബിൽ അതെല്ലാം സമയം പോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് റിവൈസ് ചെയ്യുവാനുള്ള അവസരമുണ്ടാകും. ആത്മാക്കളെ തേടി ഇറങ്ങുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മാതൃകയുണ്ട്. കർത്താവ് ചെയ്തത് യേശു പള്ളികളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും തെരുക്കോണുകളിലും കൂടാതെ വ്യക്തിപരമായും സുവിശേഷം അറിയിച്ചു. അപ്പൊ നമുക്ക് പള്ളിയൊക്കെ തുറന്ന് കിട്ടുമോ?
അത് എളുപ്പമുള്ള കാര്യമാണോ? സ്തോത്രം. ഞാൻ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത 3 അനുഭവങ്ങളുണ്ട്. ഒന്ന്, ആൻഡമാൻസിൽ ഞാൻ കേരളപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കേരളപുരം, അത് ഡിഗ്ലിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം, നോർത്ത് ആൻഡമാൻ. ഒരിക്കൽ ദൈവം എന്നോട് ആ ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ആ സാധു സുന്ദർ സിംഗിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു അമ്മച്ചിയുടെ കാര്യം ഞങ്ങളെ ഓർപ്പിച്ചതാണ്. സ്തോത്രം. ഞാൻ ആ അമ്മച്ചിയോട്ട് ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ അമ്മച്ചി താമസിക്കുന്നതിൻ്റെ വീടിൻ്റെ അധികം ദൂരമല്ല, ഒരു ജസ്റ്റ് 2 മിനിറ്റ് വാക്ക് ഡിസ്റ്റൻസേ ഉള്ളൂ. അവിടെ ഒരു ഓർത്തഡോക്സ് പള്ളി, യാക്കോബ പള്ളി കണ്ടു. എൻ്റെ ഉള്ളത്തോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഈ പള്ളിയിൽ കൺവെൻഷൻ നടത്തണം. അപ്പൊ ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, ഈ പള്ളിയിൽ കൺവെൻഷൻ നടത്താൻ ദൈവം എന്നോട് സംസാരിക്കുന്നു. അപ്പൊ അമ്മച്ചി എന്നോട് പറയുക, ദൈവദാസനെ, ഇതിനകത്ത് മീറ്റിംഗ്, ജീവനുള്ള ദൈവത്തിന്റെ മീറ്റിംഗ് നടക്കാൻ വേണ്ടി ഞാനും ഒത്തിരി നാളുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കാം. മാനുഷ്യമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചത് നടക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് പ്രേരണ കിട്ടിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പൊ കർത്താവിന്റെ ദാസനും അത് തോന്നിയല്ലോ. ഇവിടെ 2 ചെറിയാച്ചന്മാരാണുള്ളത്. ഒന്ന് കൊച്ചു ചെറിയാച്ചൻ, മറ്റൊന്ന് വലിയ ചെറിയാച്ചൻ. ഇവർ രണ്ടുമാണ് ഇവിടുത്തെ പ്രമാണികൾ. ഒരു കാര്യം ചെയ്യും, ദൈവദാസൻ നേരിട്ട് അങ്ങ് ചെന്ന് ചോദിയിരും. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചെന്ന് വലിയ ചെറിയാച്ചനോട് ചോദിച്ചു, ചെറിയാച്ച, ഞാൻ മിഡിൽ ആൻഡമാനിൽ നിന്ന് വന്ന ഒരു മിഷണറിയാ. ഈ പള്ളിക്കകത്ത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം എന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു ഹേമം തന്നിരിക്കുന്നു. വലിയ ചെറിയാച്ചാനും ഒക്കെ ചേർന്നായി ഈ പള്ളി പണിത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കാനല്ലയോ ഈ പള്ളിയൊക്കെ ദൈവം നിങ്ങളിലൂടെ ഉണ്ടാക്കിച്ചത്. അതുകൊണ്ട് പള്ളി തുറന്ന് തന്നാൽ നമുക്ക് ദൈവത്തിന്റെ വചനം ഇവിടെ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. പുള്ളി ഇച്ചിരി നേരം കേട്ടിരുന്നേച്ച് പറഞ്ഞു, ഞാനാ ഇവിടെ ഇതൊക്കെ പണിയിച്ചത്, ഇത് യാക്കോബ പള്ളിയാ, നിങ്ങൾ പെന്തിക്കോസ്തുകാർ പ്രസംഗിക്കും ഇവിടെ കയറി വന്ന്. ഞാൻ പറഞ്ഞു, നിശ്ചയമായും പ്രസംഗിക്കും, നിശ്ചയമായും പ്രസംഗിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അനുവാദം തന്നാൽ ഇവിടെ യോഗം നടത്താമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ അനുവാദം തന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കൽക്കട്ടയിൽ ഞങ്ങളുടെ ഓവർസിയർ ആയിരുന്ന പാസ്റ്റർ കെ എൻ തങ്കച്ചൻ അവരുടെ വിവരം അറിയിച്ചു. ഓർത്തഡോക്സ് പള്ളി നമുക്ക് തുറന്ന് തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ദിവസം നിശ്ചയിച്ച് വരാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് വീണ്ടും ചോദിച്ചു, ഈ ഓർത്തഡോക്സ് പള്ളി നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഇനി നമ്മളെ എന്തെങ്കിലും ചെയ്യാനാണോ? ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, രക്തസാക്ഷിയാന്ന് നമ്മൾ ഒരുമിച്ച് അങ്ങ് പോകത്തല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അച്ഛൻ വരാൻ പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ മക്കളെ, ആ പള്ളിയിൽ ഞങ്ങൾ കൺവെൻഷൻ വെച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. ദൈവം അത് ചെയ്യും. അതുപോലെ ലൂതറൻ പള്ളിയിൽ ഞാൻ 14 ദിവസം പ്രസംഗിച്ചത്. സ്തോത്രം. പിന്നീട് അവരുടെ ജനറൽ കൺവെൻഷൻ എന്നെ വിളിച്ച് പ്രസംഗിപ്പാനിടയായി. ആമേൻ. യേശു പള്ളികളിൽ പ്രസംഗിച്ചു. ദൈവം നമുക്ക് എവിടെയാ എപ്പോഴാ വാതിൽ തുറന്നു തരുന്നതെന്ന് അറിയത്തില്ല. മലബാറിൽ ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു വലിയ ഗ്രൗണ്ട് കണ്ടു. അപ്പം ഞാനത് നോക്കിയപ്പം ഇവിടെ മീറ്റിംഗ് വെച്ചാൽ കൊള്ളാമല്ലോ എന്ന് ഞാനിങ്ങനെ സ്റ്റുഡൻസിനോട് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, സാറേ നമുക്ക് വേണമെന്ന് തിരക്കാമെന്ന് പറഞ്ഞു. തിരക്കിയപ്പം അതിൻ്റെ അടുത്തൊരു മാടക്കടയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേണ്ടെങ്കിലും ഒരു നാരങ്ങ വെള്ളം കുടിക്കാം, അവർക്കൊരു സന്തോഷമാവുമല്ലോ. അപ്പം നാരങ്ങ വെള്ളം ഞങ്ങൾ 8 പേര് കുടിച്ചപ്പോൾ അവർക്ക് ഇച്ചിരി കാശൊക്കെ കിട്ടിയ വലിയ സന്തോഷം. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഈ ഗ്രൗണ്ട് ആരുടെയാന്ന് ചോദിച്ചു. അതിവിടെ അമ്പലത്തിൻ്റെ വകയാ ഈ ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ അമ്പലമില്ലല്ലോ. അത് അമ്പലത്തിൻ്റെ വകയാണ്. അപ്പം മാണിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം എന്നോട് ചോദിച്ചു, എന്തിനാ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ സുവിശേഷകരാ, ഇവിടെ ഒരു കൺവെൻഷൻ നടത്താനാണ്. അപ്പം എന്നോട് ചോദിച്ചു, അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിങ്ങൾ കൺവെൻഷൻ നടത്തുമോ? ഞാൻ പറഞ്ഞു, തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ പാതാളത്തിൽ പോയി വേണേലും ഞാൻ യോഗം നടത്തും. അതുകൊണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ പ്രസിഡന്റ് അപ്പുറത്താണ് താമസിക്കുന്നത്, ഞാൻ വേണേൽ വിളിപ്പിക്കാം. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾ നടത്തുമോ യോഗം, പെർമിഷൻ തന്ന? ഞാൻ നിശ്ചയമായി നടത്തും. അപ്പം അതേ വിളിച്ചു. അപ്പം അദ്ദേഹം വന്നു, അവിടെ മാടക്കടയിൽ നിന്ന് സംസാരിച്ചപ്പം പറഞ്ഞു, ഇവര് സുവിശേഷകരാണ്, അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ യോഗം നടത്താൻ അനുവാദം കിട്ടിയാൽ ഇവർ നടത്തുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, നടത്താൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ധൈര്യത്തിന്റെ കൂടുതൽ കുറവല്ല,
ആളുകൾക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ എവിടെ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാലും അതെൻ്റെ ജോലിയാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്നാൽ നടത്തിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ 3 ആഴ്ചയ്ക്ക് ശേഷം അവിടെ യോഗം വെച്ചു. ടീമിലുള്ളവരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ലൈറ്റുകൾ ഇട്ടു. ഒക്കെ ഇട്ടപ്പോൾ ഒരു മനുഷ്യൻ ഗ്രൗണ്ടിനകത്ത് പ്രത്യക്ഷമായി കാണില്ല, ദൂരെ ആയിരിക്കും. അപ്പം ഞാൻ സൗരന്മാരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ലൈറ്റ് കുറച്ചുകൂടെ നീട്ടി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ലൈറ്റ് ഇടുന്നതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യുക, കാട്ടിലോട്ട് കയറിപ്പോവുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ വായിക്കുന്നുണ്ട്, ഇരുട്ടിൻ്റെ മക്കൾ, ഇരുട്ടിൻ്റെ അധികാരം. സ്തോത്രം. ദേ ഡോണ്ട് ലൈക്ക് ദ ലൈറ്റ്. വെളിച്ചത്തോട് താല്പര്യം വരുന്നില്ല. സ്തോത്രം. ആ മീറ്റിംഗ് നന്നായി കഴിഞ്ഞു. ദൈവവചനം ഞാൻ പ്രസംഗിച്ചു. എന്ത് നടക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയൊക്കെ പലരുടെ ഉള്ളിലുണ്ടായിരുന്നു. സ്തോത്രം. നമ്മുടെ ജോലി, നമ്മുടെ പണി തീർന്നാ വീട്ടിൽ പോകണമെന്നുള്ളതാണല്ലോ. അത് ദൈവവചനം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കോണം കേട്ടോ. സ്തോത്രം. നമ്മുടെ ഇവിടുത്തെ കർത്താവിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ആടിപ്പാടി ചാടി നടക്കുക എന്നുള്ളതല്ല, വിശ്രമ നാട്ടിലേക്ക് നമ്മൾ പോയിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ പാമ്പറും കെട്ടി പൊട്ടി കളിഞ്ഞ് കിടക്കാനുള്ള വഴിയൊന്നും ഉണ്ടാക്കരുത്. സ്തോത്രം. നല്ല സമയത്ത് നമ്മുടെ ജോലി തികച്ച് നമ്മുടെ നിത്യതയിൽ പോയിരിക്കണം. നമ്മുടെ വിരുദ് തെറ്റിപ്പോകരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഓക്കെ, യോഗം കഴിഞ്ഞു. യോഗത്തിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളുടെ കോളാമ്പിയുടെ 2 ഡയഫ്രം പോയി. സ്തോത്ര. സ്പീക്കറിലുള്ളത് കൊണ്ട് കേട്ടു. എനിവേ യോഗം കഴിഞ്ഞ് അപ്പം ഇവർക്കെല്ലാം, ടീമിലുള്ളവർക്കെല്ലാം പല നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, ഒരു വേർഡ് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. കൊളോക്കിയലായിട്ട് അവരോട് സംസാരിക്കാറുണ്ട്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ തല്ലാനായിട്ട്. സ്തോത്രം. ഞങ്ങളെ വളഞ്ഞു. ബജറംഗദിലിൻ്റെ ടീമിലുള്ളവരായിരുന്നു. അപ്പോൾ തല്ലാനായിട്ട് വന്നപ്പോൾ, ഇത് അമ്പലത്തിൻ്റെ സ്ഥലമല്ലയോ എന്ന് അറിയത്തില്ലയോ, നിങ്ങൾ എന്തിനിവിടെ പ്രസംഗിച്ചു? അപ്പം ഞാൻ പറഞ്ഞു, അനുവാദം പ്രസിഡന്റ് തന്നു, ഞങ്ങൾ പ്രസംഗിച്ചു. അത് നിങ്ങൾ ഇവിടെ പ്രസംഗിക്കരുതെന്ന് അറിയത്തില്ലയോ? ഇങ്ങനെയല്ല. അപ്പം ഇവർ വരുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ സൗരന്മാരോട് ഒരു കോഡ് ഭാഷ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അത് ഉള്ളിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് അവരോട് പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ ഈ ചോദിച്ചുകൊണ്ടിരുന്ന ആളിനെ പെട്ടെന്ന് ദൈവാത്മ, ഞാൻ ഉള്ളിൽ ആത്മാവിൽ നിറഞ്ഞപ്പോൾ ദൈവാത്മ പെട്ടെന്ന് വിവേചിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ സ്വസ്ഥത നഷ്ടപ്പെട്ടവനായി അലഞ്ഞു തിരിച്ച് നടക്കുക. നിന്റെ അമ്മ രോഗിയ, അത് കിടപ്പില്ല. പെട്ടെന്ന് ഇവൻ്റെ സംസാരം മാറി. സ്തോത്രം. നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. സ്തോത്രം. ദൈവാത്മാവ് പറഞ്ഞ 3-4 കാര്യങ്ങൾ കേട്ടപ്പോഴത്തേന് പെട്ടെന്ന് അവൻ മടക്കി കുത്തിയ മുണ്ട് ബഹുമാനത്തോട് അവൻ അഴിച്ചിട്ടിട്ട് പിന്നെ ഒന്നുമല്ല പറയുന്നത്, സാർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നാ പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി. ഞങ്ങളെല്ലാവരും അവൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ക്ഷണത്തിൽ നടന്ന കാര്യമാണ് പറയുന്നത്. സ്തോത്രം. അത് പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തെ ദൈവം തുറന്നു. അവനിങ്ങനെ പറയാനിടയായിത്തീരുന്നു, സാർ എൻ്റെ അമ്മ നിങ്ങൾ പറഞ്ഞ പോലെ കിടപ്പിലാണ്, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ? കൂടെ വന്നവരോട് പറഞ്ഞ് നിങ്ങളെല്ലാം പൊക്കോളാൻ പറഞ്ഞു. അവരങ്ങ് പോയി. ഞങ്ങളുടെ ജീപ്പിൽ അദ്ദേഹത്തെ ഫ്രണ്ടിൽ കയറ്റി. സ്തോത്രം. വീട്ടിൽ ചെന്നു. നാളുകളായി കിടപ്പിലായിരുന്ന ആ മാതാവിൻ്റെ കിടപ്പിൻ്റെ അരികിൽ ഞങ്ങൾ ടീമിലുള്ളവരെല്ലാം ഉണ്ട്. ഞാനിവിടെ മുട്ടുകുത്തി, സൗരന്മാരെ മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവ മാതാവിനെ സൗഖ്യമാക്കി. സ്തോത്രം. നമ്മുടെ സൗരങ്ങളെ, എവിടെയാണ് നമുക്ക് വാതിൽ തുറക്കപ്പെടുന്നതെന്ന് അറിയില്ല. സ്തോത്രം. വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കണം. വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കണം. ഇമ്പോസിബിൾ എന്ന് തോന്നുന്നതൊക്കെ ഈ ജാനുവരി 2-ാം തീയതി രാവിലെ ഞാൻ നിങ്ങളോട് വിശ്വാസത്താൽ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു എന്ന് തോന്നുന്നത് തുറക്കും. അടയും എന്ന് തോന്നുന്നത് തുറക്കും. നടക്കത്തില്ല എന്ന് പറയുന്നത് നടക്കും. കാരണം എന്തുകൊണ്ട്? അവിശ്വാസത്താൽ ഉള്ള ദുഷ്ടഹൃദയമല്ല നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യം. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില സമയങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെല്ലാം യുദ്ധമാണ്, എല്ലാം പോരാട്ടമാണ് നമുക്ക് തോന്നിപ്പോകുന്നു. പക്ഷേ ആവർത്തനം 20:3 പറയുന്നത് എന്താണെന്നറിയാം? ഇസ്രായേലെ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽക്കാൻ അടുക്കുന്നു, അധൈര്യപ്പെടരുത്. സ്തോത്രം. പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ അലട്ടുന്ന ഒരു വിഷയം ഭയമാണ്.
അതുകൊണ്ട് ദൈവം പറയുന്നു, ആവർത്തനം 20:3, ഇസ്രായേലെ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽക്കാൻ അടുക്കുന്നു, അധൈര്യപ്പെടരുത്. സ്തോത്രം. 144 അധ്യായം 1 വാക്യം പറയുന്നത് എന്താണ്? സങ്കീർത്തനം 144:1, എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ദൈവം ശീമോനോട് ഒരു കാര്യം പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. പെറോസ് എന്ന വാക്കിൽ നാം വന്നിരിക്കുന്ന പാറക്കഷ്ണം എന്നാണ് പത്രോസിന്റെ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഈ പാറമേൽ ക്രിസ്തു എന്ന അടിക്കപ്പെട്ട പാറയായ ക്രിസ്തു എന്ന പാറമേൽ ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയും. പണിക്കാരൻ ഷാജി മാത്യു അല്ല, ബോബനല്ല, ആനിയല്ല, എൽസ അല്ല, സന്തോഷല്ല, നൈദർ എനിവൺ, ആരുമല്ല. പണിക്കാരൻ കർത്താവാണ്. നമ്മളോ? സ്തോത്രം, നമ്മളെല്ലാം കർത്താവിൻ്റെ പാർട്ട്ണറാണ്. കിങ് ഓഫ് കിങ്ങിന്റെ പാർട്ട്ണറാണ്. സ്തോത്രം. നമ്മളിലൂടെ ദൈവം പണിയിക്കുകയാണ്. ഇന്നും എന്നിലൂടെ നിങ്ങളെ പണിയുന്നു, നാളെ നിങ്ങളിലൂടെ ആയിരങ്ങളെ പണിയും. സ്തോത്രം. അതുകൊണ്ട് ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. എനിക്ക് സഭ ഇവിടെ ഇല്ല, നിങ്ങൾക്ക് സഭയില്ല. സഭ ക്രിസ്തുവിന് മാത്രമാണ്. ആരുടെയും പേരിൽ ഒരു സഭയും അറിയപ്പെടാൻ പാടില്ല. സഭ അറിയപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ പേരിലാണ്. കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നിട്ട് പറഞ്ഞെന്താ? പാതാളമുണ്ട്, അതിന് ഗോപുരങ്ങളൊക്കെ ഉണ്ട്, അക്ഷരികമല്ലെന്നേ ഉള്ളൂ. എന്നാൽ പറയുന്നത് എന്താണ്? പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും അവനെ വിടിപ്പിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്ത് വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ആമേൻ പന്തം പോലെ കത്താൻ ദൈവം തെരഞ്ഞെടുത്തവരാണ്. സ്തോത്രം. ഗിദെയോൻ ആമേൻ ദൈവത്തിനും യഹോവയ്ക്കും ഗിദെയോനും ആർപ്പിടുവീനെന്ന് പറഞ്ഞിട്ട് കാഹളം മുഴക്കിയപ്പോൾ അവർ കുടം ഉടച്ചു എന്നായിരുന്നു ഇരിക്കുന്നത്. ചില സമയങ്ങളിൽ എൻ്റെ സഹോദരങ്ങളെ, പന്തം കത്തുന്നതിന് മുമ്പ് കുടം ഉടയേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു തീ കർത്താവിന് വേണ്ടി പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നതിന് മുമ്പാണ് എന്നെ നിന്നെ ഉടയ്ക്കുന്നത് ദൈവം. സ്തോത്രം. ആ ഉടയുന്നെങ്കിൽ അതിനർത്ഥം ഓർത്തോണം, നീ കത്താൻ സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം. ജലരമാനഹത്തുന ശകൽ ഘടകസിയാന. നീ മാനസികമായി ഉടഞ്ഞെങ്കിൽ ഓർത്തോണം, നീ കത്താൻ സമയമായി. ശാരീരികമായി ഉടഞ്ഞെങ്കിൽ ഓർത്തോണം, നീ കത്താൻ സമയമായി. ഫിനാൻഷ്യലി നീ ഉടഞ്ഞെങ്കിൽ ഓർത്തോണം, നീ കത്താൻ സമയമായി. മാനസികമായി നീ ഉടഞ്ഞെങ്കിൽ ഓർത്തോണം, നീ കത്താൻ സമയമായി. എല്ലാവരും ഈ വചനം കേൾക്കുമ്പോൾ, ഈ ക്ലാസ് കേൾക്കുമ്പോൾ, സ്തോത്ര നഹമന ദുരഘടക ശസ്യ, നിങ്ങളെല്ലാവരും ആത്മാവിൽ നിറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ആത്മാവിൽ ശക്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ സമയം സ്തോത്രം, എത്ര പണിതിട്ടും പാഴായി പോകുന്നു എന്ന് തോന്നുന്ന, എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ പോകുന്നു എന്ന് തോന്നുന്ന, എത്ര ഉപവസിച്ചിട്ടും നീക്കുപോക്കില്ല എന്ന് തോന്നുന്ന, ഓ എത്ര ജാഗരിച്ചിട്ടും വിട്ടുമാറാതെ യുദ്ധം ചെയ്യുന്നുവെന്ന് തോന്നുന്ന, യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. നീ ഉറച്ച് ആത്മാവിൽ വിളിച്ചു പറ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. കാരണം ബിൽഡർ കർത്താവാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രൈസ്. അതുകൊണ്ട് ഓർത്തിരിക്കുക. ആമേ 2 കൊരിന്ത്യർ 2-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ്. സക്സസ് ആകത്തില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്നെ ജയോത്സവമായി നടത്തും. ജയോത്സവമായി നടത്തും. അതരം തുറന്നൊന്ന് പറഞ്ഞാട്ടത്. ഹല്ലേലൂയ. എന്നെ എൻ്റെ കർത്താവ് ജയോത്സവമായി നടത്തുമെന്ന് പറ. ഹല്ലേലൂയ. എല്ലായിടത്തും ജയോത്സവമായി നടത്തുകയും തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഓ രാമാനാദി ശകതന ഘടകസിയാന. ഇപ്പോഴത്തെ ഫെയിലിയർ ഒന്നും കണ്ട് നീ പേടിക്കണ്ട. ആമേ. ഇപ്പോഴത്തെ ട്രാജഡിയിലൊന്നും നീ തളരണ്ട. ഇപ്പോഴത്തെ ഫേക്ക് ന്യൂസിലൊന്നും നീ വിഷമിക്കണ്ട. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ കണ്ടിട്ട് നിന്റെ മനസ്സ് തളർന്നൊന്നും പിന്മാറണ്ട. നിന്റെ പ്രാർത്ഥന നിർത്തണ്ട. നിയോഗം കിട്ടിയ ഫാസ്റ്റിംഗ് നിർത്തണ്ട. നിയോഗം കിട്ടിയ സപ്പോർട്ടിങ് നിർത്തണ്ട. നിയോഗം കിട്ടിയത് ഒന്നും നീ നിർത്തരുത്. കാരണം വചനം പറയുന്നത് എന്തുകൊണ്ടാണ്? ആമേൻ. നിന്നെ ജയോത്സവമായി നടത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ
എന്താ ചെയ്യണ്ടേ? തിമത്യോസിന്റെ ലേഖനം 1 തിമത്യോസ് 6:12 പറയുന്നു, നീ വിശ്വാസത്തിന് നല്ല പോര് പൊരുതണം, നിത്യജീവനെ നീ പിടിക്കണം, അതിനായി നീ വിളിക്കപ്പെട്ടിരിക്കുകയാണ്, അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നല്ല പോര് പൊരുതുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിടിക്കേണ്ടത് നിത്യജീവനാണ്. അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ പൗലോസ് പറയുന്നു 2 തിമത്യോസിൽ 2-ാം 3-4 വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി, ഒരു പടയാളിയുടെ സ്ഥാനമാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നത്. നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ആമേൻ. ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിംഗ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ, എനിക്ക് യേശുവിനെ അറിയണം, 2 യേശുവിൽ ഇരിക്കണം. ആമേൻ. അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ രുചിച്ചറിയണം. ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിംഗ്. ആമേൻ. നോട്ട് ഓൺലി സ്പീക്കിംഗ് ഇൻ ടങ്സ്, അന്യഭാഷയിലുള്ള ആരാധന മാത്രമല്ല, ആമേൻ, അതേ കഷ്ടങ്ങളുടെ കൂട്ടായ്മ രുചിച്ചറിയുവാനായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? സ്തോത്രം, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പിന്നെന്താണ് നമ്മൾ ആരെയെ പ്രസാദിപ്പിക്കേണ്ടത്? പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല. സ്തോത്രം. എന്തായി തീരും കർത്താവേ, എങ്ങനെയായി തീരും കർത്താവേ എന്നുള്ള അന്താളിച്ചുള്ള നിപ്പുണ്ടല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് വിട്ടുകളയുക. കാരണം സ്തോത്രം, നമ്മൾ ശക്തരാകിയാലും ദൈവവചനം നമ്മളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 2:14 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വീഴാതെ വണ്ണം 24-ാം വാക്യം യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ ശക്തീകരിച്ച് നിങ്ങളെ കാത്ത് തൻ്റെ മഹിമാസന്നതിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവനെ എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് സുവിശേഷീകരണത്തിൽ നമ്മൾ പങ്കാളിത്തം വഹിക്കുമ്പോൾ നടക്കത്തില്ല എന്ന് തോന്നുന്ന പലതും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അതുകൊണ്ട് കർത്താവ് ചെയ്തത് പള്ളികളിൽ, 2 പട്ടണങ്ങളിൽ കർത്താവ് പ്രസംഗിച്ചു. എവിടെയൊക്കെ സാധ്യതകൾ ദൈവം ഒരുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്കറിയില്ല. സ്തോത്രം. പിന്നെ ഗ്രാമങ്ങളിലേക്ക് യേശു പോയി ഒരു നിശ്ചിതമായ ഒരു ബൗണ്ടറി നിശ്ചയിച്ച് മാത്രമല്ല ചെയ്തത്. എവിടെയൊക്കെ കർത്താവിന് പ്ലാൻ ഉണ്ടോ അവിടെയെല്ലാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല കർത്താവ് പേഴ്സണലി സുവിശേഷം അറിയിച്ചു. അപ്പോൾ വിവിധ പാപ സ്വഭാവത്തിന്റെ അറകളിൽ കിടന്നവരെ യേശു സ്വതന്ത്രമാക്കി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ദൗത്യമാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആരെയും രക്ഷിപ്പാനായിട്ട് കഴിയില്ല, എന്നാൽ നാം അറിയിക്കുന്ന യേശുവിൻ്റെ വാക്കുകളിൽ രക്ഷിപ്പാൻ ശക്തിയുണ്ട്. നമ്മൾ വായിക്കുന്ന എന്താണ്? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന ഏവർക്കും എന്താണ്? ദൈവശക്തിയാണ്. ഞങ്ങൾ ജ്ഞാനം ഉപദേശിക്കുന്ന വാക്കുകളാലല്ല, പിന്നെന്താ? ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ എന്ന് നാം തിരുവചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചില സ്ഥലങ്ങളിലൊക്കെ വാതിലുകൾ തുറക്കപ്പെടത്തില്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ രാജമുദ്ര പതിപ്പിച്ച ഒരു കത്തും കൊണ്ട് ഒരു സ്ഥലത്ത് എന്നാൽ രാജാവിനോളം അത് വിലയുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുക. സുവിശേഷം എന്താണ്? യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ മുക്കിയെടുത്ത വാക്കുകളാണ് സുവിശേഷം. യേശുവിന്റെ രക്തത്തിൽ മുക്കിയെടുത്ത വാക്കുകളാണ് സുവിശേഷം എന്നുള്ളത്. അതിലെ ഓരോ വാക്കുകളും ജീവനും ആത്മാവും നിറഞ്ഞിരിക്കുന്നത്. ഞാൻ പുറത്തിറക്കിയിരിക്കുന്ന ജീസസ് വിൽ മേക്ക് എ വേ വേർ ദെർ ഈസ് നോ വേ എന്നുള്ള ആ ഒരു ട്രാക്ട്, അതിൻ്റെ മലയാളം എല്ലാ വഴികളും അടഞ്ഞ നിനക്ക് യേശുവിന് പുതുവഴി തുറക്കും എന്ന് പറയുന്ന ഒരു ട്രാക്ട്, 8 കോടി ട്രാക്ട് ഞാനത് പ്രിന്റ് ചെയ്തായിരുന്നു 7 വർഷത്തിന് മുമ്പ്. സ്തോത്രം. ആ ട്രാക്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ട്. അപ്പോൾ അതിലെ ഒരു ട്രാക്ട് ഇങ്ങനെ ഇടുക്കി ഏരിയയിൽ ഇങ്ങനെ ഒരു ടീം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. ഒരു മനുഷ്യൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കാറ്റടിച്ച് ഒരു ട്രാക്ട് ആരോ എടുത്ത് കളഞ്ഞതാണ്. ആ ട്രാക്ട് തൻ്റെ മുന്നിൽ വന്നു വീണു.
താൻ ആ ട്രാക്ട് ചവിട്ടിയിട്ട് പോയി. താൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമതും താൻ മുന്നോട്ട് പോകുമ്പോൾ കാറ്റടിച്ചിട്ട് വീണ്ടും ആ ട്രാക്ട് തൻ്റെ മുന്നിൽ വന്നു. അന്നേരം അത് ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും താൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ട്രാക്ട് തൻ്റെ മുന്നിൽ വന്നു വീണു. അപ്പൊ തനിക്ക് തോന്നി ഇതൊന്ന് എടുക്കണോ. എടുത്ത് തൻ്റെ കണ്ണ് പതിക്കുന്നത് ആത്മഹത്യ ചെയ്യരുത്, യേശുവിന് നിന്നെ ആവശ്യമുണ്ടെന്നാണ്. താൻ ഒരു പാറപ്പുറത്ത് കയറിയിരുന്ന് ആ ഒരു വാക്ക് കേട്ടിട്ട് താൻ കരയാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോവുക അദ്ദേഹം. അത് മുഴുവൻ വായിച്ചു. മെന്റൽ ഹോസ്പിറ്റലിൽ ഞാൻ ചാപ്ലനായിരുന്ന സമയത്ത് 52 ആഴ്ച ജനങ്ങളോട് സംസാരിപ്പാനായിട്ട് കർത്താവ് എനിക്ക് തന്ന ആ മെസ്സേജിന്റെ കണ്ടന്റാണ്, ആ ഹെഡ്ലൈൻസ് മാത്രമാണ് ആ ട്രാക്ട്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ച്, എവിടെയോ ആ ഓഡിയോ ക്ലിപ്പ് കിടപ്പുണ്ട് എൻ്റെ. സ്തോത്രം. എന്നെ വിളിച്ചിട്ട് പറയാ, സാറേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതാ. ഞാൻ നേരത്തെ നിങ്ങൾ വിവരിച്ചതുപോലെ താൻ സാക്ഷ്യം ഇങ്ങനെ പറയാനിടയായി. അതുകൊണ്ട് നിങ്ങൾ പുറത്തിറക്കിയ ഈ ഒരു പേപ്പർ കഷ്ണമാണ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇടയായി തീർന്നത്. ആ മരണചിന്തയിൽ നിന്ന് ഞാനിപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു. സാർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ സമയത്ത് പുനലൂരിൽ എൻ്റെ അമ്മച്ചിയുടെ അടുക്കയിൽ എൻ്റെ സഹോദരന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്തോത്രം. ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ആത്മാക്കളെ തേടി ഇറങ്ങുക എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം നമ്മളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് അതിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതാര് പറഞ്ഞാലും എവിടെ വീണാലും അത് ഫലം ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം വിട്ട് കർത്താവ് ഇറങ്ങി വന്നു. അതുപോലെ നാമും അവരെ, ദൈവം കണ്ടവരെ നേടേണ്ടതിന് വേണ്ടി നാം വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി കർത്താവ് കണ്ടവരെ കണ്ടെത്താനുള്ള ശ്രമം കൂടെ നമ്മൾ നടത്തേണ്ടതായിട്ട് ഉണ്ട്. സ്തോത്രം. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ഈ ഇന്നാരെ മാത്രം നമുക്ക് മതി, അല്ലെ ഇന്നിന്ന വിഭാഗത്തെ മാത്രം മതി, ഇന്നിന്ന ആളുകൾ മാത്രം മതി. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. കർത്താവിൻ്റെ സമീപനവും കർത്താവിൻ്റെ പേഴ്സണൽ ഇവാഞ്ചലിസവും വ്യത്യസ്തമാണല്ലോ. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 4 നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ശമരിയക്കാരത്തിയായ സഹോദരിയെ കാണുന്നു. ലീഗലി 5 വിവാഹം ആ സഹോദരിക്ക് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് 5 ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോഴും എൻഗേജ് കഴിഞ്ഞിരിക്കുവാണ്, ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, 6ാമത്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തെ വിവാഹം കഴിഞ്ഞു, അത് തകർന്നു പോയി. പിന്നെ വിവാഹം കഴിഞ്ഞു, അതും തകർന്നു പോയി. അങ്ങനെ 5 വിവാഹ ജീവിതം തകർന്നു പോയി. അപ്പൊ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഈ സ്ത്രീ എത്ര മോശമായിട്ടാണ്. പലപ്പോഴും സ്ത്രീയുടെ കുറ്റമേ ഹൈലൈറ്റ് ചെയ്യാറുള്ളൂ പല സ്ഥലങ്ങളിലും. അവൾ ശരിയല്ലാത്തതുകൊണ്ട് അവളെ ഭർത്താവ് അവളെ വിട്ടുപോയി എന്നേ പറയാറുള്ളൂ. പക്ഷെ അവളുടെ പെയിൻ ആരും അറിയുന്നില്ല. സ്തോത്രം. നമ്മൾ എന്താ ദൈവവചനത്തിൽ കാണുന്നത്? നമ്മുടെ കർത്താവ് 33.5 കിലോമീറ്റർ നടന്നു വരികയാണ്. വരുമ്പോഴാണ് ഇതാ യാക്കോബിന്റെ ഉറവെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഈ കിണറിന്റെ അരികിൽ അല്പം വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച് കർത്താവ് അവിടെ എത്തുന്നത്. യേശു അവിടെ എത്തുമ്പോൾ ഇതാ ഒരു സ്ത്രീ വെള്ളം കോരുവാനായിട്ട് വരികയാണ് പാത്രമായിട്ട്. ശിഷ്യന്മാരെ ഭക്ഷണം മേടിക്കാൻ യേശു വിട്ടിരിക്കുന്നു. യേശുവും ഈ സ്ത്രീയും തനിയെ അവശേഷിക്കുന്നു. അവൾ വെള്ളം കോരാൻ തയ്യാറെടുക്കുമ്പോൾ യേശു അവളോട് പറയുകയാണ്, എനിക്ക് കുടിപ്പാൻ തരുമോ? പേഴ്സണൽ ഇവാഞ്ചലിസത്തിന്റെ ഒരു മോഡലാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ യേശുവിനെ ഈ സ്ത്രീ കണ്ടപ്പോൾ പറയുകയാണ്, നീ യഹൂദനാണ്, ശമരിയക്കാരത്തിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെ? അവിടെ എന്താണ്? അവിടെ അയിത്തമായിട്ടോ തൊട്ടുതീണ്ടൽ പ്രശ്നങ്ങളെ കുറിച്ചോ കാണുകയാണ്. കാരണം ശമരിയർക്ക് യഹൂദന്മാരുമായി ബന്ധമില്ല. അവർ കൊടുക്കുന്ന വെള്ളം കുടിക്കത്തില്ല, ഇപ്പോഴത്തും മേടിച്ചു കുടിക്കത്തുമില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ഇടയിലാണ് യേശു ആ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നത്. നോക്കുക, എതിർലിംഗക്കാരായ ആളുകളോടുള്ള സുവിശേഷീകരണം നമ്മൾ വരുന്നുണ്ട്. പിന്നീട് ആ ഭാഗങ്ങൾ നമ്മൾ കയറി വരും. അപ്പോൾ കർത്താവിൻ്റെ അരികിൽ ശിഷ്യന്മാരും അടങ്ങി വരുമ്പോൾ
അവർ ആശ്ചര്യപ്പെടുകയാണ്. കർത്താവ് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കുന്ന അവർ കണ്ടിട്ടില്ല. നോക്കുക, അപ്പൊ ചെറുപ്പക്കാരനായ യേശു ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. അയ്യോ, അവൻ അങ്ങനെ സംസാരിക്കുന്നല്ലോ. പക്ഷേ ശിഷ്യന്മാര് വരുന്നതിന് മുമ്പ് അവിടെ നടന്ന കോൺവെർസേഷൻ നിങ്ങൾക്കറിയാമല്ലോ. പറയാണ്, നീ യഹൂദനാണ്, ഞാൻ ശമരിയക്കാരത്തിയാണ്. പിന്നെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ആ ഭാഗം ഒന്ന് എടുത്താട്ടെ എൽസ. എന്താ എഴുതിയിരിക്കുന്നത്? പറയുകയാണ്, ലൈനിലുണ്ടല്ലോ. വെരി ഗുഡ്. ഓക്കെ, എന്താ എഴുതിയിരിക്കുന്നത്? അവനോട്, ആ നീ യഹൂദരായിരിക്കെ ആ ശമര്യക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അടുത്തത്, യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അന്ന് സൗഹൃദമില്ലാത്ത ഒരു കാലഘട്ടമാണ്. ഈ ശമര്യരായ ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന കാലഘട്ടത്തിൽ തങ്ങൾക്ക് ബോധിച്ചവരെയൊക്കെ അവർ ജീവിത പങ്കാളിയായിട്ടുമൊക്കെ സ്വീകരിച്ചു. അങ്ങനെ അതിൽ നിന്ന് ജനിച്ച ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളെ പോലെ യഹൂദന്മാരായ ആളുകൾ സമ്മിശ്ര ജാതികളിൽ നിന്ന് ഇടകലർന്ന് അവരിൽ നിന്നുണ്ടായ ജനതയായ ശമര്യർ എന്ന് പറയുന്നത്. സ്തോത്രം. 1 മിനിറ്റ്. എന്നാൽ അവിടേക്കാണ് യേശു കടന്നു ചെല്ലുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് അവളോട് സംസാരിക്കുമ്പോൾ യേശു പറയുകയാണ്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നുവെന്ന്. നിങ്ങൾ നോക്കുക, എന്തുകൊണ്ടാണ് യേശു ഈ സ്ത്രീയോട് സംസാരിക്കാൻ കാരണം? നിങ്ങൾക്കറിയാമോ? സ്തോത്രം. എന്തുകൊണ്ടാണ്? ഞാൻ മൊത്തത്തിൽ ഒരു 2 മിനിറ്റ് തരാം. നിങ്ങൾ ചിലർക്ക് അത് പറയാം. ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. എന്തുകൊണ്ടാണ് സാബു ആലുങ്കൽ, എന്തുകൊണ്ടാണ് യേശു ആ സ്ത്രീയോട് സംസാരിക്കാൻ ഇടയായ കാരണം? സാബു ബ്രദർ, വല്ല പിടുത്തമുണ്ടോ? എനിക്ക് പിടുത്തമില്ല പാസ്റ്ററെ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആൻസർ. അനുമാമ, ആ സ്ത്രീ മുഖാന്തരം ആ പട്ടണം മുഴുവനും രക്ഷിക്കപ്പെടുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഓക്കെ, ആൻസി. ശമരിയക്കാർക്ക് ഒരു വിലക്കുള്ള ഒരു സമയമായിരുന്നത്. അപ്പം അതേ യേശു ആ ദേശം വിടുവിക്കപ്പെടുവാൻ വേണ്ടി തന്നെയാ. ഓക്കെ, ആൻസി, എന്തുകൊണ്ടാ യേശു ആ സ്ത്രീയോട് സംസാരിക്കാൻ കാരണം? ഷാരോൺ, ലൈസ. സമൂഹത്തിന്റെ ഏത് തട്ടിലുള്ളവരെയും ദൈവം സ്നേഹിക്കുന്നു എന്ന് കാണുവാൻ. ഓക്കെ, വെരി ഗുഡ്. ദിനോര. സ്ത്രീയെ ദേശത്തിന് വെളിപ്പെടുത്തുവാൻ പട്ടക്കാരിൽ വിധി എഴുതിയിരുന്ന സ്ത്രീ ആരാണെന്ന് ദൈവം തെളിയിക്കുന്നതിന് വേണ്ടി. ഓക്കെ, നോഹ. എന്തുകൊണ്ടാണ് യേശു ആ സ്ത്രീയോട് സംസാരിപ്പാൻ കാരണമായത്? അറിയത്തില്ല. ഓക്കെ, സുബ. തന്നോട് തന്നെ വിളിക്കുന്ന ഏത് ജാതിയിലുള്ളവരെ കർത്താവ് സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുവാൻ. സുബ, എന്തുകൊണ്ടാണ് യേശു ആ സ്ത്രീയോട് സംസാരിക്കാൻ കാരണം? പാസ്റ്റർ, എന്റെ മനസ്സിൽ 2 കാര്യം തോന്നുന്നുണ്ട്. ഒന്ന്, മെശിഹ വരുമ്പോ എനിക്കെല്ലാം വെളിപ്പെടുത്തി തരുമെന്ന് ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. എക്സാക്ട്ലി. അതാണ് അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. ദ മെസ്സയ വിൽ കം ആൻഡ് ഹി വിൽ ടീച്ച് എവ്രിതിങ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫ് ട്രാജഡിയിലാണ്. ഓക്കെ, ലൈഫ് അട്ടർ ഫെയിലിയർ ആണ്. സാധാരണ ഒരു സ്ത്രീയുടെ വിവാഹം തകർന്നു പോയി കഴിഞ്ഞാൽ ഒന്നീ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകും, അല്ലേ എന്തെങ്കിലും സൈക്കോ പ്രശ്നങ്ങളിലേക്ക് മൂവ് ചെയ്യും. ഇത് അടുത്ത വിവാഹവും നടന്നു, അതും ഫെയിലിയറായി. തൊടുന്നതെല്ലാം പ്രശ്നമാണ്. അപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ ഈ സ്ത്രീ ഏറ്റവും മോശമായൊരു സ്ത്രീയാണ്. അതിനൊരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, ഇവള് ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആ വീടുകളിലുള്ള ആളുകളെല്ലാം അവരുടെ കാര്യത്തിന് അങ്ങ് പോവും. കാരണം ഇവള് നോക്കിയ ആ വീട്ടിൽ പ്രശ്നമാണെന്നുള്ളൊരു ചിന്തയാണ് സമൂഹത്തിൽ.
എല്ലാവരുടെ മുമ്പിൽ അവൾ ഒരു അവജ്ഞാ വിഷയമാണ്, ഒരു നിന്ദാ വിഷയമാണ്. പക്ഷെ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ നിന്നോ ദൈവത്തിൻ്റെ വിത്ത് വീണത് ഉള്ളിൽ കിടപ്പുണ്ട്. ഇത്രയും ട്രാജഡിയിലൂടെ അവൾ പോയിട്ടും അവൾക്ക് നിലനിൽക്കാൻ, അല്ലെ മരിക്കാതിരിക്കാൻ, തകരാതിരിക്കാൻ, ആത്മഹത്യ ചെയ്യണ്ട എന്നൊരു തോന്നലുണ്ടാകാൻ കാര്യം എന്താണ്? അവിടെ ഉള്ളിൽ കടന്ന മശിഹയെക്കുറിച്ച് അവൾ കേട്ട ഗാഡ്സ് വേർഡാണ്, ദൈവവചനമാണ്. സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പങ്കുവെപ്പാൻ കഴിയാത്ത നിരവധി വേദനകളിലൂടെ പലപ്പോഴും നമ്മൾ കടന്നു പോകാറുണ്ട്. അവിടെയൊക്കെയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് പലപ്പോഴും വലിയ സമ്മർദ്ദങ്ങൾ. എന്തിനാ ജീവിക്കുന്നത്? ജീവിച്ചിട്ട് എന്ത് കാര്യം? ആർക്കും വേണ്ടാത്ത ഞാൻ എന്തിന് ജീവിക്കണം? എന്തിന് ഭൂമിക്ക് ഭാരമായിരിക്കണം? മതി, ഒരു നിമിഷം കൊണ്ട് എല്ലാം തീരുമല്ലോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും വാരി കഴിക്കുകയോ എന്തെങ്കിലും കുടിക്കുകയോ ഉറങ്ങിക്കിടന്നാൽ അതെ, ഉറക്കത്തിൽ അങ്ങ് വന്നു പോയതുപോലെ കടന്നോളുമല്ലോ എന്നൊക്കെയുള്ള തോന്നലുകൾ എത്രയോ സന്ദർഭങ്ങളിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ആത്മഹത്യ ചെയ്താൽ സ്വർഗം കിട്ടുമെന്നൊരു വാക്യം വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ സ്ക്രീനിൽ മിക്കവാറും ഒട്ടുമിക്ക ആളുകളും പെട്ടെന്ന് പോകാൻ ശ്രമം നടത്തിയനായിരുന്നു. അങ്ങനെ ഒരു വാക്യം ഇല്ല കേട്ടോ. നിങ്ങൾ മരിക്കുന്നത് എന്തിന്? നിങ്ങളുടെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല എന്ന തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായപ്പോഴും കർത്താവ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ കണ്ടു, എൻ്റെ വചനം ഉള്ളിലുള്ളൊരു പൈതൽ ദാ വരുന്നു, എന്നെ കാത്തിരിക്കുന്ന ഒരുവൾ വരികയാണ്, എൻ്റെ വചനം അവളുടെ ഉള്ളിലുണ്ട്, മെസ്സയാ വിൽ കം. സ്തോത്രം. കർത്താവ് അത് മനസ്സിലാക്കി അവളോട് പറയുന്നു, നീ ദൈവത്തിന്റെ ദാനമാണ്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ചില ആളുകള് പറയും, പാസ്റ്ററെ ഞാൻ ദോഷമൊന്നും ചെയ്യുന്നില്ല എന്ന്, ഞാൻ സ്വർഗം കിട്ടാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നാലെ വരുന്നുണ്ട്. ഒരു സെഷനിൽ 1-2 സെഷനിലായിട്ട് അത് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. മനുഷ്യന്റെ നീതിപ്രവർത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ടീമിൽ ഇപ്പൊ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന 10 പേരോട് ചേർന്ന് സുബയുടെ വീട്ടിലേക്ക് നമ്മൾ അങ്ങ് ചെല്ലുകയാണെന്ന് ഇരിക്കട്ടെ. ഓ, പറഞ്ഞു ദൈവമേ, ഷായ് പാസ്റ്റർ വന്നു, നമ്മളെ ഐഡ വന്നു, അനിമ വന്നു, സ്തോത്രം, എൽസ വന്നു, സാവ് ബ്രദർ വന്നു, ലൈസ വന്നു, എല്ലാവരും വന്നു. സുബയ്ക്ക് വലിയ സന്തോഷമായി. നമ്മളെല്ലാവരെയും അവിടെ എടുത്തി. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ടൈം ആയതുകൊണ്ട് ബ്രെഡ് ഉണ്ട്, അവിടെ മുട്ട ഇരിപ്പുണ്ട്. ഓക്കെ, പറയാം, പെട്ടെന്ന് ഞാൻ ബ്രെഡും മുട്ടയും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാം. ഓക്കെ, സുബ ഉത്സാഹത്തോടെ അങ്ങോട്ട് കിച്ചണിൽ കയറി ചെന്നു. നമ്മൾ 10 പേരുണ്ട്. അതെ, 10 മുട്ട അങ്ങോട്ട് എടുത്തു. 9 മുട്ട അടിച്ചിട്ടു. 10ാമത്തെ മുട്ട അടിച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അത് അറിയുന്നത് ചീമുട്ടയായിപ്പോയി. അപ്പം മുട്ടയെല്ലാം കൊള്ളാമോ? ഇല്ല. 9 നല്ലതായിരുന്നു. പക്ഷെ ഒരെണ്ണം അടിച്ചിട്ടപ്പോൾ എന്ത് ചെയ്തു? ആ ചീമുട്ടയായി 10ഉം പോയി. ഇത് നമ്മൾ പറയണം, മനുഷ്യന്റെ നീതി പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാണ്. സ്തോത്രം. അപ്പൊ 100 തേൻതുള്ളിക്കകത്ത് മീൻതുള്ളിയും ഒരേ കളറാ. തേൻതുള്ളിയുടെ കളർ തന്നെ മീൻതുള്ളി. അതിനകത്ത് ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ, സ്തോത്രം. പണ്ടൊരു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് നാരങ്ങ വെള്ളത്തിനകത്ത് അറിയാതെ പഞ്ചസാരയാണെന്നും പറഞ്ഞുകൊണ്ട് കാരത്തിന്റെ കളറും പഞ്ചസാര പൊടിച്ചു വെച്ചേക്കുന്നതിന്റെ കളറും ഉപ്പിന്റെ കളറും സോഡാപ്പൊടിയുടെ കളറും എല്ലാം അത് തന്നെയാണ്. എന്തായാലും ഞാനത് കുടിച്ചില്ല, മാറിപ്പോയി. അതുകൊണ്ട് വെക്കേണ്ടടുത്തെല്ലാം മാറ്റി മാറ്റിയൊക്കെ വെച്ചോണം കേട്ടോ. സ്തോത്രം. അവിടെ നമ്മൾ തിരിച്ചറിയണം, കർത്താവ് അവളോട് സംസാരിക്കുകയാണ്, നീ ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ജീവനുള്ള വെള്ളം. അപ്പോൾ വെള്ളം എന്ന വിഷയത്തിലൂടെ യേശു ജീവനുള്ള വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് മുഖാന്തരത്തിലൂടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, ദൈവം വാതിൽ തുറന്നാൽ നിങ്ങളുടെ അധരത്തിൽ അതിനുള്ള കൃപ ദൈവം തരും. സ്തോത്രം. നാം ആത്മാക്കളെ നേരിടേണ്ടവർ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളിൽ നിന്ന് നാം പഠിപ്പാനിടയായി തീർന്ന കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1, പ്രാർത്ഥന. 2, തിരുവചന ധ്യാനം. 3, ആത്മപ്രേരണ. സ്തോത്രം. അത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത്
60 പേരോളം അത് ക്ലാസ് കേൾപ്പാനിടയായി. നിങ്ങൾ ആവർത്തിച്ചത് കേൾക്കണം. സ്തോത്രം. എങ്ങനെ ആത്മാക്കളെ നേടാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. 1 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു ആ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന ചില വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് അവിടെ സംസാരിക്കുമ്പോൾ യേശു സംസാരിക്കുന്നത് ജീവനുള്ള വെള്ളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ 11-ാം വാക്യത്തിൽ പറയുന്നത്, സ്ത്രീ അവനോട് പറയുന്നു, യജമാനൻ നിനക്ക് കോരുവാൻ പാത്രമില്ല, കിണറ് ആഴമുള്ളതാകുന്നു. പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ശമര്യരായ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഈ ഉറവ യാക്കോബിന്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഉറവ, ഇതിൽ നിന്ന് കുടിക്കുന്ന ഒരു പുണ്യജലമായിട്ടൊക്കെ അവർ കരുതിയിരുന്ന കാലമാണ്. അപ്പൊ അവരുടെ ഹൃദയത്തിൽ വലിയ പിതാവായിട്ട് കരുതിയത് യാക്കോബിനെയാണ്, അതിൻ്റെ ഉറവയാണ്. അപ്പോൾ ജീവിതം ഒരു വശത്ത് തകർന്നുവെങ്കിലും മറുവശത്ത് ഈ വെള്ളത്താൽ ഒരു ആശ്വാസം പ്രാപിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവൾ കണ്ടത് ജീവനുള്ള വെള്ളം ഇതായിട്ടാണ് അവൾ കണ്ടത്. അപ്പോൾ യേശു അവളോട് പറയാണ്, ഈ അക്ഷരിക വെള്ളമാണിത്, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെ ദാഹിക്കും. പക്ഷെ ഞാൻ കൊടുക്കുന്ന ഒരു വെള്ളമുണ്ട്, ആ വെള്ളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അടുത്ത വേർഡ് യേശു പറയുന്നത് എന്താണെന്നറിയുക? എറ്റേണൽ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. നിത്യജീവൻ ഒക്കെ പൊങ്ങി വരുന്ന നീരുറവയായിരിക്കും അത്. സ്തോത്രം. അത് ഒഴുകുന്ന ഒരു ആത്മ ഉറവയെക്കുറിച്ച് യേശു സംസാരിക്കുകയാണ്. സ്തോത്രം. നോക്കുക, പെട്ടെന്ന് 15-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവിനോട് ആ സ്ത്രീ പറയുകയാണ്, യജമാനനെ, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണമെന്ന് പറഞ്ഞു. അപ്പൊ അവളുടെ ഉള്ളിൽ എന്തുണ്ട്? ആത്മദാഹം. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവളൊരു മോശം സ്ത്രീയാണ്. പക്ഷെ അവളുടെ പരമാർത്ഥമായ ജീവിതം അവർക്കറിയില്ല. പ്രൈസ് ലോർഡ്. എൻ്റെ ഒരു കൂട്ടു സ്നേഹിതനായിരുന്ന സുനിൽ ചെറിയാൻ, അദ്ദേഹം കഴിഞ്ഞിടെ മരിച്ചുപോയി. അദ്ദേഹം സെമിനാരിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഇടയിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു. പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഇടയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന അഹമ്മദാബാദ് ബൈബിൾ സൊസൈറ്റി ആക്സിലറിയിൽ ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ പോയപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ടർ ഇങ്ങനെ പറയാനിടയായി തീർന്നു, നോർത്ത് ഇന്ത്യയിൽ ഒരു ഗ്രാമം മുഴുവൻ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്രാമമാണ്. ട്രക്കും കൊണ്ട് പോകുന്ന ആളുകൾ അതുവഴി പോകും. അതെ, അതുകൊണ്ട് ഈ ട്രക്ക് ഡ്രൈവേഴ്സാണ് ഇവരുടെ വരുമാനം. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ലീഡറായ ലേഡിക്ക് ഒരു ട്രാക്ട് എങ്ങനെയോ കിട്ടി. അവരുടെ ജീവിതത്തിൽ ദൈവം രൂപാന്തരം നൽകി. ആ സ്ത്രീ ആ ഗ്രാമത്തിലുള്ള സകല പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്, ഇതിൽ നിന്നുള്ള വരുമാനം നമുക്ക് വേണ്ട, ഈ യേശുവിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ഇന്നു മുതൽ എൻ്റെ ശരീരം ദൈവത്തിന് വസിക്കാനുള്ള ആലയമാണ്. അത് കേട്ടിട്ട് ഒട്ടുമിക്ക സ്ത്രീകളും അവരുടെ ജീവിതം ദൈവസനെ സറണ്ടർ ചെയ്തു. എന്നിട്ട് അവര് കേത്തിബാടിയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. എന്നിട്ട് അവരെന്താ ചെയ്തതെന്നറിയാമോ? അവർ ബൈബിൾ സൊസൈറ്റിക്ക് അവർക്ക് കിട്ടുന്ന നന്മയിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെച്ചിട്ട് ഈ മുന്നിൽ പാപം ചെയ്ത് ജീവിച്ച അത് അവരുടെ ഒരു തൊഴിലായിട്ട്, നിങ്ങൾക്കറിയാമോ, ഇന്ന് പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സ് നടത്തുന്ന യൂണിവേഴ്സിറ്റി UK യിലുണ്ട്. അറിയാമോ? നിങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു കോഴ്സ് തന്നെ ഉണ്ട്. എങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ട് ജോബ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പ്രൊഫഷണലായിട്ട് കോഴ്സ് കൊടുക്കുന്ന അതേ യൂണിവേഴ്സിറ്റി ഇന്ന് UK യിലുണ്ട്. അപ്പോൾ അതൊരു പ്രൊഫഷണൽ തൊഴിലായി മാറിയിരിക്കുകയാണ്. ഈ സഹോദരിമാരെന്ത് ചെയ്ത് അവർക്ക് കിട്ടിയ അവരെല്ലാവരും ഇവിടെ കളക്ട് ചെയ്ത സ്തോത്ര കാഴ്ച അയച്ചു കൊടുത്തിട്ട് ബൈബിൾ സൊസൈറ്റി കത്തെഴുതി, ഞങ്ങൾ കഴിഞ്ഞ നാളുകൾ വരെയും ലോകത്തിന് മുമ്പിൽ വേശ്യാസ്ത്രീ ആയി ജോലി ചെയ്തവരാണ്, അതായിരുന്നു ഞങ്ങളുടെ തൊഴിൽ. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ലഘുലേഖ, ഈ ശമരി സ്ത്രീയുടെ ലൈഫിൽ നിന്നാണ് ആ ട്രാക്ട് അവർ എഴുതിയത്. ആ ലഘുലേഖ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ജീവിതം ഇത് ദൈവത്തിന് വേണ്ടി ഉള്ളതാണ്. പാപവഴികളെ വിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് വന്ന് ഞങ്ങളിപ്പോൾ കേത്തിബാടിയിൽ ജോലി ചെയ്യുകയാണ്.
ഈ പാപ സ്വഭാവത്തിനും ഈ തൊഴിലിനും അടിമയായിരിക്കുന്ന ആളുകൾ നിമിത്തം ധാരാളം കുടുംബങ്ങൾ തകരുകയാണ്, രോഗങ്ങൾ പടരുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഇടയിൽ ജോലി ചെയ്യുവാൻ നമ്മൾ ചിന്തിക്കും സ്ത്രീകൾ മാത്രമേ ഉള്ളൂ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട്. അങ്ങനെയല്ല. മിക്ക പട്ടണങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, വേദവിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം, പുരുഷവേശ്യാലയങ്ങളുണ്ട്. പുരുഷവേശ്യാലയങ്ങളുണ്ട്. അനേക ഓഫീസേഴ്സിന്റെ ഭാര്യമാർ അവർക്ക് അവൈലബിൾ ആകാതിരിക്കുന്നത് കൊണ്ട് അവർ ബിസിനസ് ട്രിപ്പിന് വേൾഡ് വൈഡ് ആയിട്ട് കറങ്ങുമ്പോൾ ഈ സ്ത്രീകൾ അവരുടെ ഇച്ഛകളെ വേണ്ടി അവർ പുരുഷവേശ്യാലയങ്ങളിൽ പോകാറുണ്ട്. ബോംബെയിൽ വലിയ വലിയ പുരുഷവേശ്യാലയങ്ങളുണ്ട്. ഓരോ പട്ടണങ്ങളിലുണ്ടെന്നാണ് അതിൻ്റെ കണക്കുകൾ. നമ്മൾ അറിയുന്നില്ല. നമ്മൾ സ്തോത്രവല്ലിയ പറഞ്ഞ് മാത്രം പോകുമ്പോൾ അങ്ങനെ പോരാ. നമ്മുടെ കണ്ണ് തുറന്ന് കാണേണ്ട കാലങ്ങളാണ്. ഇങ്ങനെയുള്ളവരെയൊക്കെ വേണ്ടി നമ്മൾ കരയേണ്ട കാലമാണ്. ഇങ്ങനെയുള്ള അടിമത്തത്തിൽ നിന്ന് അവരെ റിലീസ് ചെയ്യേണ്ടതിന് വേണ്ടി കരയേണ്ട കാലങ്ങളാണ്. നിങ്ങളെല്ലാം വിവാഹിതരായവരാണ്, നിങ്ങൾക്ക് മക്കളുണ്ട്. നാളെ എന്തുകൊണ്ടാണ് ലെസ്ബിയൻസ് പെരുകുന്നത്, എന്തുകൊണ്ടാണ് ഗേ പെരുകുന്നത്? നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ദുഷ്കാമ പ്രവൃത്തിയിലേക്ക് പോകുന്ന ജീവിതങ്ങളെ സുവിശേഷത്തിന് മാത്രമേ റിലീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ്സിന് പോകുന്നതിൻ്റെ കാരണം എന്താണ്? നിത്യമായ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും അവരുടെ ഉള്ളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് കർത്താവ് ഇവരുടെ ഇടയിലൊക്കെ പോകാമോ? ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കൈ കൊടുക്കുമോ? നമുക്ക് പെട്ടെന്ന് സംശയം വരുന്ന എൻ്റെ അച്ഛനെങ്ങാനും പരിചയപ്പെട്ടു പോയെങ്കിൽ കാലക്കേടിന് ആ പിശാച് കൊണ്ടുപോയാൽ. ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്. സുനിൽ ചെറിയാൻ എന്ന് പറയുന്ന ദൈവദാസൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, എടോ, എനിക്ക് ആത്മഭാരം മൂത്തിട്ട് ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അരികിൽ വേശ്യാലയത്തിൽ പോയി, സ്ത്രീകളെ പിക്ചർ കാണിച്ചു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു സ്ത്രീക്ക് പേ ചെയ്തു, ചെന്ന് ഡോറിൽ മുട്ടി, അവർ മുറി തുറന്നു. അവർ വിചാരിച്ചത് ശരീരം പങ്കിടാമെന്നാണെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണ്, നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയാനാണ് വന്നത്. സ്തോത്രം. 45 വയസ്സുള്ള ഒരു സ്ത്രീ അത് കേട്ടിട്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. സ്തോത്രം. മറ്റൊരു സന്ദർഭത്തിൽ ചെന്നപ്പോൾ 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവരോട് സുവിശേഷം പറയാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വസ്ത്രം അഴിക്കരുത്. ഞാൻ വന്നതിപ്പം ഇതിനു വേണ്ടിയല്ല. പറഞ്ഞു, ഞാൻ യേശുവിനെ കുറിച്ച് പറയാനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു 22-കാരിയായ സ്ത്രീ പെങ്കൊച്ചെന്നെ തെറി പറഞ്ഞ്, പുഴുത്ത തെറി പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. സ്തോത്രം. ഞാൻ അവളോട് പറഞ്ഞു, കുഞ്ഞെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. അവൻ പറഞ്ഞത്, ആരെങ്കിലും എന്നെ കണ്ടാൽ, സ്തോത്രം, അനേക മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് താനെ ആ വേശ്യാലയത്തിലേക്ക് ഗോസ്പൽ ഷെയർ ചെയ്യാൻ പോയത്. സഹോദരങ്ങളെ, നമുക്കറിയില്ല ഓരോരുത്തരെയും ഏത് നിലകളിലാണ് സുവിശേഷീകരണത്തിനായി, സോൾ വിന്നിങ്ങിനായി പോകുന്നത്. ചില സമയത്ത് നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും തല്ലു മേടിക്കേണ്ട സാധനങ്ങൾ എനിക്ക് അടി മേടിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. എൻ്റെ വൈഫിന് അടി മേടിച്ചിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ഒരു കാരാഗ്രഹ പ്രാണി, ജയിൽ സൂപ്രണ്ട് യേശുവിനെ അറിയണമെങ്കിൽ, കാരാഗ്രഹത്തിനകത്ത് ചെല്ലണമെങ്കിൽ അതൊരു കാരണമായി മാറി. സ്തോത്രം. ചില ബന്ധനം ദേശത്തിൻ്റെ പൊട്ടി മാറിയപ്പോൾ ബിസിനസ്സുകാർക്ക് ലാഭം വരുത്തുന്ന ആ സ്ത്രീ ആയിരുന്നു, വെളിച്ചപ്പാടത്തിയായിരുന്നു അവരുടെ എല്ലാവരുടെയും വരുമാനം. ഓരോരുത്തർക്ക് അവരവരുടെ ക്യാബിന് അവൾ ടൈം കൊടുത്തിട്ടുണ്ട്. അവിടെ ആളുകൾ വരും, അവരതിൻ്റെ ലാഭം വെച്ച്. നമുക്കറിയാം, ഡോക്ടേഴ്സ്, പല മിടുക്കന്മാരായ ഡോക്ടർമാർ പല ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യും. അവർക്ക് മന്ത്ലി സാലറി കൊടുക്കും. കൺസൾട്ടിങ് ഫീസാണ് ആ ഹോസ്പിറ്റലിൻ്റെ ഇൻകം. അവരെഴുതുന്ന പ്രിസ്ക്രിപ്ഷനിൽ ഓടുന്ന ഫാർമസിയിലുള്ള ഇൻകമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻകം. ഓക്കെ. അപ്പൊ ഇതുപോലെ, പക്ഷേ പൗലോസ് എന്താ ചെയ്തത്? അവളിലുള്ള അശുദ്ധാത്മാവിനെ ശാസിച്ചു. തനിക്കറിയാം തൊട്ടാ പ്രശ്നമാണെന്ന്. പല ദിവസം മുഷിഞ്ഞു എന്നാ വായിക്കുന്നത്. ഒടുവിൽ ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, ഈ പെങ്കൊച്ച് വിടുവിക്കപ്പെടണം, ഈ സ്ത്രീ വിടുവിക്കപ്പെടണമെങ്കിൽ ഇവളിൽ നിന്ന് ഇത് വിട്ടുപോയേ പറ്റും. സ്തോത്രം. വിട്ടുപോയപ്പോൾ തന്നെ തല്ലി, ജയിലിലടച്ചു. നിയമം കഠിനമായതുകൊണ്ട് ആമത്തിലിട്ട് പൂട്ടി. വളരെ അടുപ്പിച്ച ശേഷം അവരെ ആമത്തിലിട്ട് പൂട്ടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, വാർത്തരാത്രിയിൽ അവർ ഉറങ്ങിയില്ല. നമുക്കറിയാം, സുവിശേഷത്തെ അടിച്ചൊതുക്കാൻ പറ്റില്ല സഹോദരങ്ങളെ.
അവരുടെ കൈകളെ ബന്ധിച്ചു, അവരുടെ കാലുകളെ ബന്ധിച്ചു. നിങ്ങൾക്കറിയാമോ, അവർ പാട്ട് പാടിയപ്പോൾ ഋതം അവരുടെ ചങ്ങലയായിരുന്നു അല്ലേ? സ്തോത്രം. ഋതം അവരുടെ ചങ്ങലയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അർദ്ധരാത്രിയിൽ ഈ നാമത്തിൽ മിണ്ടിയേക്കരുത് പറഞ്ഞ അകത്തിട്ടത്. പക്ഷെ രാത്രിയിൽ എന്ത് ചെയ്തു? അവർ പ്രാർത്ഥിച്ചു, അവർ പാടി, അവർ സ്തുതിച്ചു. പ്രാർത്ഥിച്ചു, അവർ പാടി, സ്തുതിച്ചു. അപ്പോൾ എന്താ കാണുന്നത്? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ പിടിച്ചു കുലുക്കി ദൈവം. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞ് താഴെ വീണു. ഉറക്കമില്ലാത്ത രാത്രിയിൽ നീ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് ആരാധിക്കുമ്പോൾ ഓർത്തോണം, എന്തൊക്കെയോ നിന്റെ ഭവനത്തിൽ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ സംഭവിക്കുക. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്പസമയം വേർതിച്ചു പോകും. അനുവിന് അവിടെ അർദ്ധരാത്രി 2:30 മണിയായി. സ്തോത്രം. അപ്പോൾ എന്താ, ഓരോരുത്തരും ദാഹത്തോടെ, ആവേശത്തോടെ, എരിവോടെ, തീഷ്ണതയോടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി കരയാൻ അവസരം കിട്ടുമ്പോൾ, സ്തുതിക്കാൻ അവസരം കിട്ടുമ്പോൾ, ജാഗരിക്കാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അത് ചെയ്തു കൊള്ളണം. തടവുകാർ മുഴുവൻ ശ്രദ്ധിച്ചു. പൂട്ടും താക്കോലും ഒക്കെ അവരുടെ കയ്യിലാണ്, താക്കോൽ അവരുടെ കയ്യിലായിരിക്കുന്നേ. പക്ഷേ നിന്റെ സ്തുതിയിൽ എത്ര കൂറ്റൻ വിലങ്ങും എത്ര കടും ചങ്ങലയും അഴിക്കുന്ന ഒരധികാരം നിന്റെ നാവിലുണ്ട്, നിന്റെ സ്തുതിക്കകത്തുണ്ട്, നിന്റെ സ്തോത്രത്തിനകത്തുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. എത്ര പേർക്ക് അതൊന്ന് മനസ്സിലാക്കി ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലും ആ സഹോദരിയോട് പറയുകയാണ്, അതെ, ജീവനുള്ള വെള്ളത്തെക്കുറിച്ചാണ് യേശു അവളോട് സംസാരിക്കുന്നത്. വീണ്ടും അതിൻ്റെ 16 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ സ്ത്രീ പറയുകയാണ്, 15ന്റെ ഒടുവിൽ വായിക്കുകയാണ്, എനിക്ക് ദാഹിക്കാതിരിക്കാൻ ഞാൻ കോരാൻ ഇവിടത്തോളം വരാതിരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് വരണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയേ. അപ്പൊ അവളുടെ ഉള്ളിലെ ആശ്വാസത്തിന് വേണ്ടിയാണ് ഈ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവൾക്ക് ആത്മദാഹമുണ്ട്. സ്തോത്രം. ഒരു പുണ്യവെള്ളമായിട്ട് അവൾ കരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർത്താവ് എന്താ പറയുന്നത്? ഗോ ആൻഡ് കോൾ യുവർ ഹസ്ബൻഡ്, അല്ലേ? നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ. ഉടനെ ആ സ്ത്രീ എന്താ പറഞ്ഞത്? എനിക്ക് ഭർത്താവില്ല. എന്നാ കുടിച്ചോ എന്ന് പറഞ്ഞ അന്ന് യേശു കൊടുക്കുകയാണ്. അപ്പൊ യേശു പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. അപ്പൊ കർത്താവിന്റെ അരികിൽ നമ്മൾ എന്തെങ്കിലും വിശദീകരണം വേണോ? ദൈവസന്നിധി വരുമ്പോൾ, കർത്താവെ നിനക്കറിയാമല്ലോ, എൻ്റെ മോടെ സ്ഥിതി ഇങ്ങനെയാണല്ലോ, നിനക്കറിയാമല്ലോ, എൻ്റെ മോന്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് അറിയാം, എൻ്റെ ഭർത്താവിന്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് നമ്മൾ ഈ പാരാദൂരം വല്ലതും പറയണോ? അല്ല, നമ്മൾ പറയാത്തതും കൂടെ അറിയുന്നവനാ ദൈവം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗുരുവായ വിവരം അറിയുന്നവനാ ദൈവം. സ്തോത്രം. അപ്പൊ കർത്താവ് പറയുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. അവൾ ഞെട്ടി പറയാണ്, യജമാനെ നീ ഒരു പ്രവാചകനെ നീ കാണുന്നു. അപ്പൊ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ എന്തുവാ? സഭയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ച് കഴിയുമ്പോൾ ഒരു പ്രവാചകൻ വരുന്നു. 3 ദിവസത്തെ യോഗത്തിൽ എന്തോ ഒരു ഉണർവാ. ആശീർവാദം പറഞ്ഞ് പോയതിന് ശേഷം പിന്നെയും തീക്കകത്ത് വെള്ളം ഒഴിക്കുന്ന മാതിരി പിന്നെ അനങ്ങാപ്പാറ പോലെ അച്ചായന്മാര് വന്നിരിക്കും. ചുണ്ണാമ്പ് വെറ്റയെ തേക്കുന്ന പോലെ കൈ ഇങ്ങനെ തേമ്പിക്കൊണ്ട് ആരാധിക്കാനിരിക്കും. സ്തോത്ര. സൗരി പറയാണ്, നിങ്ങൾ പറയുന്ന യെരൂശലേമിലാ, ഞങ്ങൾ ഈ മലയിലാണ് നമസ്കാരം. കർത്താവ് പറയുകയാണ്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പ്രിയ ശുഭ ആൻസർ ചെയ്തതുപോലെ കർത്താവിനോട് അവൾ പറയുകയാണ്, സ്ത്രീ അവനോട്, വേഴ്സ് 25, സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. നോക്കുക, യേശു അവളോട്, സ്തോത്രം. അപ്പോൾ മശിഹ വരും എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. അവൻ വരുമ്പോൾ സകലതും ഉപദേശിച്ച് തരും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഈ ക്ലാസ്സിൽ ഇന്ന് ചിന്തിച്ചത്, സ്തോത്രം, ആത്മാക്കളെ തേടി ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഇത് പറഞ്ഞിട്ട് ആ സ്ത്രീ പാത്രം വെച്ചിട്ട് യേശു അവളോട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മെസ്സയ. നിങ്ങൾ ആ ഭാവനയിൽ ഒന്ന് കണ്ടു നോക്കിയേ. വർഷങ്ങളായി
അവളുടെ ഉള്ളിൽ കാത്തിരിക്കുന്ന വിഷയമാണ്. മെസ്സേയ വിൽ കം. ട്രാജഡി വരുമ്പോൾ പറയുന്നു, മോളെ വിഷമിക്കണ്ട, നിന്റെ ഉള്ളിലുള്ള വചനം നിന്നോട് പറയുന്നു, മെസ്സേയ വിൽ കം. നിന്റെ പെയിൻ മാറാൻ മെസ്സേയ വിൽ കം. നിന്റെ ദുഃഖത്തിന് അറുതി വരാൻ മെസ്സേയ വിൽ കം. അവിടെ ഓരോ ആഗണിയിലും ഓരോ തകർച്ചകളിലും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന വചനം അത് തന്നെയാണ്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കണം. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കണം. നിങ്ങൾ മനുഷ്യരുടെ അഭിപ്രായങ്ങളല്ല സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കേണ്ടത്. സ്തോത്രം. മനുഷ്യരുടെ കമന്റുകളെയല്ല നിങ്ങൾ പ്രയോറിറ്റിയായി കൊടുക്കേണ്ടത്. സ്തോത്രം. നിങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ തന്നെ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേ നടക്കണം. നെഹമ്യാ 2:20 നമ്മൾ 77 പരം സർമൺ അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തന്നത്. സ്തോത്രം. അതെ, അത് നമ്മൾ ആ 40 ദിവസം രാവിലെയും വൈകിട്ടും ആവർത്തിച്ച് പറഞ്ഞ വാക്കുകളാണ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണി. സ്തോത്രം. അവരുടെ ഉള്ളിലുണ്ടായ സന്തോഷം എത്ര വലുതാണ്. ഓ, പശികയാണോ ഇത് പറഞ്ഞിട്ട് സ്ത്രീ പാത്രം വെച്ചിട്ട് വെള്ളം കോരിയില്ല, നേരെ പോയി പട്ടണത്തിൽ ചെന്നിട്ട് ആ സ്ത്രീ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്. 29 വാക്യം, 28, 29. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇവളെ കാണുന്നവർ വാതില് വലിച്ചടയ്ക്കുന്ന സ്ഥാനത്ത് യേശു അവളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ ചെയ്തതൊക്കെ എന്നോട് അറിയിച്ച ഒരുവനെ വന്ന് കാണുമീൻ. നോക്കിക്കേ, സ്തോത്രം. ജഡത്തിൽ ആസക്തിയിൽ വിജയം കിട്ടാതിരുന്ന ഇന്നലകളിലെ ജീവിതത്തെ കുറിച്ച് അവൾ ലോകത്തോട് പറയുകയാണ്. അവളുടെ പാസ്റ്റ് ഫെയിലിയേഴ്സിനെ മുഴുവൻ അവൾ പറയുകയാണ്. എല്ലാം എന്നോട് അറിയിച്ച ഒരുവനെ നിങ്ങൾ വന്ന് കാണ്, അവനൊരു പക്ഷേ ക്രിസ്തുവായിരിക്കാം. യേശു അവളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ ആളുകൾ കാതു കൊടുത്തു. അവളെ കണ്ടാൽ ഡോർ വലിച്ചടയ്ക്കുന്ന ആളുകൾ അവരുടെ വീടുകളെ തുറന്നു. അവരുടെ വാക്ക് നിമിത്തം ആളുകൾ പുറത്തിറങ്ങി യേശുവിന്റെ അരികിൽ വന്നു. കർത്താവിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. സ്തോത്രം. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാട്ടെ, യേശു ഉള്ളിൽ വന്നതിന് ശേഷം പറയുന്ന കലർപ്പില്ലാത്ത സാക്ഷ്യം, അതിനകത്ത് ഒരു ഷുഗർ കോട്ടും പാടില്ല, ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങും വേണ്ട. എന്താ യേശു ചെയ്ത് അത് മാത്രം സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. യേശു ചെയ്ത കാര്യം പറഞ്ഞാൽ അതിനകത്ത് ഭയങ്കര പവർ കാണും. കാരണം കർത്താവല്ലേ ചെയ്തേ. ആ സാക്ഷ്യത്തിന് ഭയങ്കര ജീവനുണ്ട്. ഇത് കേട്ടിട്ട് ആളുകൾ മുഴുവൻ പുറപ്പെട്ട് വന്നിട്ട്, സ്തോത്രം, കർത്താവ് ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്നൊരു ഭാഗം ഉണ്ട്. 31 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 38 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് കഴിക്കേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിക്കാറുണ്ട്. അപ്പൊ ശിഷ്യന്മാരെ തെറ്റിദ്ധരിച്ച് എന്താ കർത്താവിന് ആരെങ്കിലും കൊണ്ട് കൊടുത്തു കാണും. കർത്താവ് പറയണം, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ നിങ്ങൾ പ്രയത്നിക്കണം എന്ന് യേശു അവരോട് പറയുന്നു. മാത്രമല്ല 34 വാക്യത്തിൽ യേശു നമ്മളറിയാത്തൊരു ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തോ ആ ഫുഡ് നോക്കിക്കേ. യേശു അവരോട് പറഞ്ഞത് യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവൻ വായിച്ച എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. നോക്കിക്കേ, നമുക്ക് പല വെറൈറ്റി ഫുഡ് നമ്മുടെ ശരീരത്തിൽ എന്നില്ലേ, നമുക്ക് എന്തോ ഒരു ബഹളം അടിയുമാ. യേശു പറയുകയാണ്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. സഹോദരങ്ങളെ, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന
വിലപ്പെട്ട നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിന് വളരെ പ്രഷ്യസ് ആണ്, വളരെ പ്രഷ്യസ് ആണ്. സ്തോത്രം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായി സമർപ്പിതരായിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ ശ്രേഷ്ഠ പദ്ധതിയുണ്ട്. ആരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തില്ലേലും അക്സെപ്റ്റ് ചെയ്തൊരു കർത്താവാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കർത്താവിൻ്റെ വചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങളിലൂടെ ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അരികിൽ എത്തണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതിനുവേണ്ടിയാണ് സ്വർഗം നിങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. സ്തോത്രം. ഒരു നേരം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. സ്തോത്രം. ഡ്യൂട്ടി കഴിഞ്ഞ് പ്രിയപ്പെട്ടവൾ അസ്വസ്ഥയായി വന്നു, അതുവരെ നിങ്ങൾ നോക്കിയിരിക്കരുത്. സഹോദരന്മാരെ, നിങ്ങൾ അരിയൊക്കെ അടപ്പയിടണം, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. ക്ഷീണിച്ച് വരുന്ന പ്രിയപ്പെട്ടവൾക്ക് ആ ടൈമിന് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി വെക്കണം. കാപ്പിയാണോ ഇഷ്ടം, ചായയാണോ ഇഷ്ടം, ജ്യൂസാണോ ഇഷ്ടം? അവൾ വന്നിട്ട് എനിക്ക് എടുത്തു തന്നെങ്കിൽ ഞാൻ തിന്നത്തുള്ളെന്ന് പറഞ്ഞ് പണ്ടത്തെ അച്ചായന്മാരുടെ കൂട്ടി ഇരിക്കരുത് കേട്ടോ. സ്തോത്രം. അവർ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് അവർ കുളിച്ച് ഫ്രഷായി വരുമ്പോഴത്തേന് അവരുടെ മനസ്സ് തണുപ്പിക്കുവാൻ, അവരുടെ ക്ഷീണം അറിഞ്ഞ് അവരെ സ്നേഹിപ്പാനും കരുതാനും കൂടെ സഹോദരന്മാരും സഹോദരിമാരും നിങ്ങൾ പരസ്പരം തയ്യാറാകണം. നോക്കുക, നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. 41 വാക്യത്തിൽ കാണുന്നത്, കർത്താവ് 40 വാക്യത്തിൽ കാണുന്നത്, അവൻ 2 നാൾ അവിടെ താമസിക്കുന്നു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ടു വിശ്വസിച്ചു. ശമരിയയിലുള്ള സുവിശേഷീകരണത്തിന് ദൈവം ഉപയോഗിച്ചത് ഒരു പള്ളിഭക്തനെ അല്ല, ഒരു പരീശനെയല്ല, ഒരു ശാസ്ത്രിയല്ല, ഒരു പുരോഹിതനെ അല്ല, ഒരു മതനേതാവിനെ അല്ല, അവിടുത്തെ റിച്ച്മാനെ അല്ല, ഒരു നീതിമാനെ അല്ല, പ്രമാണിയെ അല്ല, ദേശത്തിൽ എല്ലാവരുടെയും മുമ്പിൽ അംഗീകാരമുള്ള ഒരാളെ അല്ല. സമൂഹം വെറുത്തിരുന്ന, അവഗണിച്ചിരുന്ന, തള്ളിക്കളഞ്ഞ, ഒറ്റപ്പെടുത്തിയ ഒരു വേഴ്സ്റ്റായിട്ടുള്ള, മനുഷ്യദൃഷ്ടിയിൽ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു ജീവിതത്തെയാണ് കർത്താവിടെ ഉപയോഗിച്ചത്. അവരോട് പറയുന്നത്, നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ ഇവൻ അതേ ലോകരക്ഷകനെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആത്മാക്കളെ തേടി ഇറങ്ങുക. സ്തോത്രം. നിങ്ങളായിരിക്കുന്ന ദേശത്ത് പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ, പിശാചിന് അടിമയാക്കി വെച്ചിരിക്കുന്ന ജീവിതങ്ങൾ, ഓരോ പാപവും ഓരോ പൈശാചിക അറയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ഓരോ മോശമായ സ്വഭാവങ്ങളും ഓരോ തടവറയാണ് സഹോദരങ്ങളെ. സ്തോത്രം. അതുകൊണ്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 1 യോഹന്നാന്റെ ലേഖനത്തിലേക്ക് നിങ്ങൾ വന്നാട്ട് ആ ഭാഗം വായിച്ച് നമുക്കിവിടെ ചിന്ത അവസാനിപ്പിക്കാം. സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ 1 യോഹന്നാൻ 3:8. 1 യോഹന്നാൻ 3:8 നിങ്ങൾ ശ്രദ്ധിച്ചാട്ട് കുറിച്ച് വെക്കണം വാക്യം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നിങ്ങൾ പറയുന്ന ക്രിസ്തുവിന്റെ വചനം ആളുകളെ റിലീസ് ചെയ്യുന്നു പറയാമോ? യെസ്. ടുഡേ ഓർ ടുമാറോ. സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പങ്കുവയ്ക്കുന്ന വചനം അവരിൽ മാറ്റങ്ങൾ വരുത്തും, രൂപാന്തരം വരുത്തും. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സാബു ബ്രദറും നോഹയും പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. സ്തോത്രം. സ്വർഗീയ നല്ല കർത്താവേ, ഒരു നല്ല അവസരം ഞങ്ങൾക്ക് ദാനം തന്നത് ഓർത്തു സ്തോത്രം. കർത്താവെ, ഒരുമിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവശബ്ദം കേൾപ്പാനിടയായല്ലോ. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചത് കർത്താവെ, ആമേൻ, അങ്ങയെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആണ് വലുത് എന്ന് മാത്രം ചിന്തിച്ചു. എന്നാൽ കർത്താവെ, ഇൻഫോർമേഷനേക്കാൾ വലുതാണ് അങ്ങയെ തിരിച്ചറിയാൻ കഴിയുന്നത്.
അങ്ങയെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് അങ്ങയെക്കുറിച്ച് സംസാരിപ്പാൻ, അങ്ങയുടെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് പങ്കുവെപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ ഉള്ളത്തിൽ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കേൾക്കപ്പെട്ട വചനം ഞങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചും അതിനായി ജാഗരിച്ചും അത് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ദാസനെ ഉപയോഗിച്ചതിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പിന്നെയും ബലപ്പെടുത്തിക്കൊള്ളണമേ, ശക്തീകരിക്കണമേ. അമേൻ അമേൻ. മീറ്റിംഗിലായിരുന്ന എല്ലാവരെയും, മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. ക്രിസ്തുയേശുവിന്റെ വാത്സല്യമായി സ്നേഹിക്കുന്ന പ്രിയ നല്ല പിതാവേ, നല്ല അവസരത്തിൽ ഞങ്ങൾക്ക് വീണ്ടും ഹല്ലേലൂയ കർത്തൃസന്നിധിയിൽ വചനം കേൾക്കുവാൻ ഇന്ന് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കേട്ടതുപോലെ എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുകയാണ് എൻ്റെ ആഹാരം എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ കർത്താവെ, ഞങ്ങളും അങ്ങനെ തന്നെ ആയിത്തീരുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉയർത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ നേടാൻ, ഹല്ലേലൂയ, വെറുക്കപ്പെട്ടവരെ നേടുവാൻ, അവരുടെ ചെന്ന് കർത്താവിനെ കുറിച്ച് പറയാൻ ഞങ്ങളെ എല്ലായിടത്തും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനി ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അതിനൊന്നും കഴിവില്ലെങ്കിലും ദൈവമേ, അങ്ങനെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പൗലോസും ശിലാസും ഒക്കെ പാടി പുകഴ്ത്തിയപ്പം ഹല്ലേലൂയ കയ്യിലെ ചങ്ങല അഴിഞ്ഞു വീണെങ്കിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പാടുമ്പോൾ ഞങ്ങളുടെ ഓരോ സ്തുതിക്കും കർത്താവിന്റെ സന്നിധി വിലയുണ്ടെന്ന് ഞങ്ങൾ ഇന്ന് കേട്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോ സ്തുതിക്കും കർത്താവിന്റെ സന്നിധി വലിയ വിലയുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഹല്ലേലൂയ വലിയ പ്രവൃത്തി ഞങ്ങളോട് ചെയ്തെടുക്കാൻ എൻ്റെ ദൈവം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാത്ത കടക്കാൻ വയ്യാത്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ഈ പുതിയ വർഷം ഹല്ലേലൂയ 2025 ഹല്ലേലൂയ തുടങ്ങിയപ്പോൾ ദൈവമേ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദേവദാസനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളെ പഠിപ്പിക്കാൻ ശക്തിപ്പെടുത്തണേ, വീണ്ടും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടാൻ ആസ്വാദന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു വെരി മച്ച്. നോഹ ആശീർവാദം പറഞ്ഞോട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു എവരിവൺ. സ്തോത്രം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ പ്രയറിന് നമുക്ക് വീണ്ടും കാണാം. നാളെ മോർണിംഗിൽ ക്ലാസ്. ഹല്ലേലൂയ. സ്തോത്രം. God bless you. God bless you. Thank you, Pastor. God bless you. Bless you all. Thank you, Pastor. Bless you all. Thank you. Bye.